സഹോദരന്മാരെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ അവസരത്തിൽ നമ്മൾ കൃത്യമായി ചോദിച്ചു. മറുപടി പറയാൻ 6 മിനിറ്റ് കിട്ടിയിട്ടും സഹോദരൻ റാഫി സാഹിബ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. മറക്കരുത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുകൊണ്ട് അതുകൊണ്ട് എല്ലാം ഹറാമാണെന്ന് ഫൈസൽ മൗലവി പറയുമ്പോൾ അത് ഖുർആൻ ദുർവ്യാഖ്യാനം, അത് ജൂനിയർ കാന്തപുരം അല്ല, ഇപ്പോൾ റാഫി പറഞ്ഞ പ്രകാരം സീനിയർ കാന്തപുരം എന്ന് ആരോപിക്കുന്ന നിങ്ങൾ എന്തേ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ ആലു ഷെയ്ഖ് ഈ ആയത്ത് ഉദ്ധരിക്കുകയും ജിന്നിനോടുള്ള സ്ഥാനത്ത് ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട് എല്ലാം ഹറാമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഷിർക്ക് പ്രചരിപ്പിച്ചോ? അദ്ദേഹം ഷിർക്കിന്റെ പ്രചാരകനാണോ? മറുപടിയില്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. അവിടെ ഉദ്ദേശം ഹാജറുള്ള മലക്കുകളും മുഅ്മിനീകളിൽപ്പെട്ട ജിന്നുമാകുന്നു, അല്ലാതെ ഹാജറില്ലാത്തവരോടുള്ള പ്രാർത്ഥന അവധിയില്ല. മുസ്ലിയാക്കന്മാരുടെ പേടി സ്വപ്നമായ മണ്ണാർക്കാട് സംവാദത്തിലും കൃത്യമായി മുസ്ലിയാക്കന്മാരോട് അവർ കൊണ്ടുവന്ന ഓരോ തെളിവുകളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇതേ മറുപടി തന്നെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉമർ മൗലവിയുടെ സൽസബീലിലും ഉമർ മൗലവിയുടെ സൽസബീലിലും അവിടെ പറഞ്ഞു ജിന്നും മലക്കുമാണ് ഉദ്ദേശം. ഈ 3 കാര്യങ്ങളും കേട്ടോ, ചോദ്യം മനസ്സിലായില്ല. ഈ 3 കാര്യങ്ങളും ഈ വിശദീകരണങ്ങൾ ശിർക്കൻ വിശ്വാസം പ്രചരിപ്പിച്ചതാണോ അതല്ല തൗഹീദ് സ്ഥാപിക്കാനുള്ള പ്രചരണമാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ ജുനൈദിന്റെ ചോദ്യം യാ ഇബാദല്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സൽസബീൽ ഉമർ മൗലവി, അതുപോലെ മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സ്വലാഹി, അതുപോലെ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒക്കെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എൻ്റെ സംസാരം ഒരിക്കലും ജുനൈദിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ല. അള്ളാഹു ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജുനൈദിനെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഇദ്ദേഹം ഈ ചോദിച്ച ഇവിടെ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കാണണം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ സക്കരിയ സ്വലാഹി പറയുന്നത് ഈ ഹദീസ് ദുർബലമാണ്, വഈഫാണ്. ഉമർ മൗലവി സൽസബീലിൽ ഈ വിഷയം വെച്ചപ്പോൾ തുടക്കത്തിൽ പറയുന്നത് ഈ ഹദീസ് ദുർബലമാണെന്നതിൽ തർക്കമില്ല. എടോ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒരു സംഘടനയുടെ അഖീദ അതിൻ്റെ പ്രമാണം വഈഫായ ഹദീസാണോ? ഹുസൈൻ സലഫി ഹദീസിനെ കുറിച്ച് പറഞ്ഞത് വാറോലാന്നാ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന. ഇതാണോ വിശ്വത്തിൻ്റെ അഖീദക്കുള്ള പ്രമാണം? ഈ ഹദീസ് വഈഫായ ഹദീസുകൾ കൊണ്ട് ചർച്ച ചെയ്യപ്പെടലാണോ ദീനീപരമായ വിഷയം? ഈ ഹദീസ് സ്വഹീഹല്ല, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല, ഇത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, ഈ ഹദീസ് സ്വീകാര്യമല്ല എന്നൊക്കെ ഉള്ള ഒരു ഹദീസ് ധരിച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ആദർശ പാപ്പരത്തെന്നല്ലാതെ എന്താണ് ഇതിന് പറയാ? ചങ്ങാതിമാരെ, നിങ്ങളൊന്നും മനസ്സിലാക്കി സക്കരിയ സ്വലാഹിന്റെ സംസാരങ്ങളൊന്നും കേട്ടോക്കണേ. ഹദീസ് വഈഫാണ്, നമ്മുടെ വ്യവസ്ഥയിലുള്ളത് ഒന്നാമത് സ്വഹീഹായ ഹദീസ് എന്നാ, ഈ ഹദീസ് വഈഫാണെന്നാ. ഇതാണ് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഖീദ, ഒരു ആദർശം ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ അതിന് പ്രമാണം ദുർബലമായ ഹദീസ് കൊണ്ടുള്ള ഒരു സംഘടന കെട്ടിപ്പടുത്തതാണ്. അതാണ് വിസ്ഡം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിക്കൊണ്ട്, അതല്ലെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നതിന് വ്യക്തമായ പ്രമാണത്തിന്റെ പിൻഫലമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു വിഷ്ടംകാരനും സാധ്യമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ ഗ്രൂപ്പിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുക, സക്കരിയ സ്വലാഹിയുടെ സംസാരം കേൾക്കുക, ഉമർ മൗലവിയുടെ സൽസബീൽ നിങ്ങൾ വായിക്കുക. അതിൽ പറഞ്ഞതൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്ന്. ഈ ഹദീസ് ദുർബലമാണെങ്കിൽ വിഷ്ടംകാരാ, നിന്റെ അഖീദ പിഴച്ചതല്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീ അഖീദ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അഖീദ പിഴച്ചതാണ് എന്ന് മുജാഹിദുകൾ പറയാൻ കാരണം ഇതാണ്. ജുനൈദ് ഹിക്കമി അതുകൊണ്ട് യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിലേക്ക് കടന്നു വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ആലു ഷെയ്ഖ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത് ഫൈസൽ മുസ്ലിയാരാണ്. കാരണം ആലു ഷെയ്ഖ് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ട് കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഫൈസൽ മുസ്ലിയാരോട് നാസർ സുല്ലമിയുടെ ചോദ്യം, മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തുനിലെ ഷിർക്കാണ് എന്നതിൻ്റെ പ്രമാണം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്താണ് ചോദിച്ചത്. അതിനാണ് ഫൈസൽ മുസ്ലിയാർ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിയത്. ബഹുമാനപ്പെട്ട ജുനൈദ് ഹിക്കമി, ഞാൻ എൻ്റെ സംസാരം ഈ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ജുനൈദ് ഹിക്കമിയെ ലക്ഷ്യമാക്കിയിട്ടല്ല. 1000-ഓളം ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ജുനൈദ് ഇത്ര നേരം ഇവിടെ സംസാരിച്ചതിൽ ഈ ആലു ഷെയ്ഖിൻ്റെ ഫത്വക്കപ്പുറം ഈ ആയത്ത്
നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും തിരിയുന്ന അമാനി മൗലവിക്ക് ഒരു തഫ്സീർ ഉണ്ടല്ലോ, ആ തഫ്സീറിൽ ഈ ആയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ആയത്ത് വസീലത്തുനില ശിർക്കിന് തെളിവാണെന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ടോ? വേണ്ട. ലോകത്ത് പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഏതെങ്കിലും ഒരു മുഫസ്സിർ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ജിന്നുകളോടുള്ള സഹായാർത്ഥന വസീലത്തുനില ശിർക്കിന് തെളിവാണ് എന്ന് ലോകത്ത് നിലനിൽക്കുന്ന സ്വീകാര്യയോഗ്യമായ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ അതൊന്ന് പോസ്റ്റല്ലേ ജുനൈദ് ഹിക്കമി ചെയ്യേണ്ടത്? ചെയ്യൂല. കാരണം അങ്ങനെയില്ല. ഫൈസൽ മുസ്ലിയാരോട് കോയിച്ചനയിലുള്ള ചോദ്യം മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാകാത്തതിന് ചോദിച്ചപ്പോൾ അത് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതി ആലി ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യാ മാശറൽ ജിന്നി എന്നതിൻ്റെ യാനി ആദ ഷയാത്തീൻ, ഇത് ശൈത്താനാണ്, കാഫിർ ജിന്നുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ആലി ഷെയ്ഖ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത് മുസ്ലിം ജിന്നിനോട് വസീലത്തുനില ശിർക്കാകുന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാദമുണ്ടോ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തിൽ മുസ്ലിം ജിന്നിനെയും കാഫിർ ജിന്നിനെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ എങ്കിൽ അതൊന്ന് പറ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയം, ഇതിൽ സഹായം ചോദിക്കുന്നത് തെറ്റാണെന്നും അത് പാടില്ലാത്തതാണെന്നും ഇവിടെ ഈ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം അത് സഹായം ചോദിക്കുന്നത് വ്യക്തമായി ശിർക്കാണ് എന്നും മറ്റൊരു വിഭാഗം ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അഥവാ വസീലത്ത് ശിർക്കാണ് എന്നുമാണ് പറഞ്ഞത്. ഈ പ്രശ്നത്തിൽ ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അത് ശിർക്കാണ് എന്ന് തന്നെയാണ്. ജിന്നിനോടുള്ള സഹായതയുടെ ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി, നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അള്ളാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം.